എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ലൈറ്റ് ഫാനുകളൊക്കെ ഒന്ന് സ്മാർട്ടായിട്ട് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. വീട്ടിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ അലക്സയൊക്കെ ഡോക്ടറൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വൈഫൈ വേണം, അതിന് ഇൻസ്ട്രുമെൻറ്റിനൊക്കെ ഭയങ്കര ചിലവാണ്. ഒരു 3500 തൊട്ട് 7000 10000 രൂപയിലേക്ക് കൺട്രോൾ ചെയ്യാൻ ഡിവൈസിന് തന്നെ വേണം. പിന്നെ നമ്മുടെ സാധാരണ ഇത് കൺട്രോളിങ് യൂണിറ്റ് വേറെ വാങ്ങുകയും ചെയ്യണം. പിന്നെ എക്കോഡോക്ട് പോലെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കണം. ഇതിന് അതൊന്നും ആവശ്യമില്ല. ഡയറക്റ്റ് നമുക്ക് റിമോട്ട് മാത്രം ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാം. വൈഫൈ ഒന്നും വീട്ടിൽ ആവശ്യമില്ല. സാധാരണ വളരെ ചീപ്പായ അധികം പ്രൈസ് ഒന്നും വരില്ല. 500 രൂപ തൊട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഉപയോഗിക്കാൻ കിട്ടും. അതെങ്ങനെയാണെന്നാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അതിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു 2-3 ഐറ്റമാണ് ഇതിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഇത് പറഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമിലൊക്കെ നമുക്ക് ഉപയോഗിക്കുന്ന ലൈറ്റ്, ഫാന്, ടിവിയോ അല്ലെങ്കിൽ ഇപ്പോൾ AC ആണെങ്കിലും നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു യൂണിറ്റ് നമുക്ക് ആകെ ഒരു 500 രൂപയൊക്കെ ഇതിന് വില വരുന്നുള്ളൂ. ഇത് ഉപയോഗിച്ച് നമ്മുടെ നിലവിലുള്ള സ്വിച്ച് ബോർഡിനകത്ത് ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ കണക്ഷൻ മാത്രം സിമ്പിളാണ്. കണക്ഷനൊക്കെ സിമ്പിളായി കണക്ഷൻ കൊടുത്ത് നമുക്ക് അത് കൺട്രോൾ ചെയ്യാം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. പിന്നെ അതിലും കുറഞ്ഞ ലൈറ്റിൽ നൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പുറത്തുള്ള ലൈറ്റുകൾ ഒക്കെ നമ്മളിപ്പോൾ വീട്ടിൽ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ഇരുട്ടാവുമ്പോൾ തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റുകൾ ഓൺ ആവുന്നു. രാവിലെ അത് ഓഫ് ആവും. നമുക്ക് അല്ലാതെ സ്വിച്ച് വഴിയും കൊടുക്കാം. 2 വഴിക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഓൺ ഓഫ് ചെയ്യാം. ഇതാകുമ്പോൾ ഓട്ടോമാറ്റിക് ഓൺ ചെയ്ത് വെച്ചാൽ മതി. പുറത്തുള്ള ലൈറ്റ് നമ്മൾ വീട്ടിലേക്കൊക്കെ ലൈറ്റ് ആയിട്ടാണ് എത്തുന്നത്. അപ്പം നമ്മൾ സന്ധ്യയാകുമ്പോൾ തന്നെ ലൈറ്റുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകും. ഇതിന് വളരെ കുറഞ്ഞ വിലയുള്ളൂ. ഒരു 150 രൂപയൊക്കെ 200 രൂപ ആ റേഞ്ചിൽ ഇത് കിട്ടും. അതേപോലെ പിന്നെ നമ്മുടെ മോട്ടർ, ദൂരെയുള്ള മോട്ടറൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു യൂണിറ്റാണിത്. അത് റിമോട്ടിൽ തന്നെ. ഇതിപ്പോൾ അത് പല റേഞ്ചിൽ വരുന്നുണ്ട്. അത് 300 മീറ്റർ 100 മീറ്ററിൻ്റെ ഒക്കെ ഉള്ളിലുള്ള റേഞ്ച് ഉള്ളതുണ്ട്. ഇത് ഇവർ പറയുന്നത് 1 കിലോമീറ്റർ ആണ് റേഞ്ച് പറയുന്നത്. അപ്പോൾ 1 കിലോമീറ്റർ റേഞ്ച് വരെയുള്ള ഇതിന് ഏകദേശം 2200 രൂപ വിലയാണ് ഇതിന് വരുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു 3 ഡിവൈസിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ റൂമിലെ ലൈറ്റുകളൊക്കെ റിമോട്ടിൽ എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. വൈഫൈ ഒന്നും ആവശ്യമില്ല നമുക്ക്. ഈ റിമോട്ട് ഇത് റേഡിയോ ഫ്രീക്വൻസിയാണ്, RF റിമോട്ടാണ്, ഇൻഫ്രാറെഡ് അല്ല. അതുകൊണ്ട് നമ്മൾ ഏത് ഡയറക്ഷനിൽ എങ്ങനെ പിടിച്ച് കൺട്രോൾ ചെയ്താലും ഇത് വർക്കാവും. അപ്പം അതിന് പോയിന്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അടുത്ത റൂമിലാണെങ്കിലും ഒരു വീടിനകത്ത് ഏകദേശം എല്ലാ റൂമിലും ഏകദേശം കിട്ടും. ഒരു 30 മീറ്ററൊക്കെ റേഞ്ച് ഓപ്പൺ ആണെങ്കിൽ കിട്ടുന്ന ടൈപ്പാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സിമ്പിളാണ്. കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് ന്യൂട്രലിൽ നമ്മൾ സ്വിച്ച് ബോക്സിനകത്ത് തന്നെ പ്ലഗിൽ നിന്ന് വരുന്ന ഫേസ് ന്യൂട്രലിൽ ഇത് കൊടുക്കാം. ഇപ്പോൾ ആദ്യത്തെ ഒരു ലൈറ്റിൻ്റെ കണക്ഷൻ ഇതിലേക്ക് കൊടുത്താൽ മതി. ഒരു ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഇതിലേക്ക് സപ്ലൈ കിട്ടും പോലെ കൊടുത്താൽ ബാക്കി പിന്നെ 4 എണ്ണം ഔട്ട്. ഇതിന് വർക്ക് ചെയ്യാനായിട്ട് ഒരു ഫേസ് ന്യൂട്രലിൽ ഇതിൽ 2 വയറിൽ ആവശ്യമുണ്ട്. ഉണ്ടെങ്കിലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ആ ഫേസ് ന്യൂട്രലും കഴിഞ്ഞാൽ ഇവിടെ 4 ചാനലാണ്. അതായത് 4 സ്വിച്ചിനെ കൺട്രോൾ ചെയ്യാവുന്ന ഒരു യൂണിറ്റാണിത്. ഇതിപ്പോൾ ആദ്യത്തെ 1, 2, 3, 4 വയറുണ്ട്. ഓർഡറിൽ തന്നെയാണത്. ഫസ്റ്റ് വയർ, സെക്കൻഡ് വയർ, തേർഡ്, അങ്ങനെ 4 ലൈറ്റിനോ ഫാനോ TV ഏത് വേണമെങ്കിലും. ന്യൂട്രൽ കോമൺ ആയിട്ട് നമ്മൾ ഇതിൽ ബ്ലാക്ക് വയർ രണ്ടും സെയിം തന്നെയാണ്. ഇതിലേത് കൊടുത്താലും കുഴപ്പമില്ല. ഇത് രണ്ടും കോമൺ ആണ്. അത് ഒരുമിച്ച് കൊടുക്കാം. ഇതിൻ്റെ ലൈറ്റിൻ്റെ ന്യൂട്രൽ ഈ ബ്ലാക്കിൽ നിന്ന് എടുക്കാം. ഫേസ് നമ്മളെല്ലാം ഇതിൽ ഓരോന്നിൽ ഏതിലാണ് വേണ്ടത് അതിലേക്ക് ഇത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം റൂമിനകത്തെ കോമൺ മെയിൻ ലൈറ്റിന് ഒന്നാമത്തെ കൊടുക്കുകയാണ് നല്ലത്. ഇത് ഓൺ ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഫസ്റ്റ് ചാനൽ ഓൺ ആവും. എപ്പോൾ സ്വിച്ച് ഇതിൽ പവർ ഓൺ ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക് ഓണായി നിൽക്കും. പിന്നെ നമുക്ക് വേണ്ടെങ്കിൽ ഓഫ് ചെയ്യാം. അപ്പോൾ റൂമിൽ രാത്രിയൊക്കെ വന്ന് ലൈറ്റിന് ആ മെയിൻ സ്വിച്ച് ഇടുമ്പോൾ തന്നെ ലൈറ്റ് കത്താൻ വേണ്ടി എപ്പോഴും ഒന്നാമത്തേൽ നിന്ന് ലൈറ്റിന് കൊടുക്കുക. ബാക്കി നമ്മുടെ ഇഷ്ടം പോലെ 2, 3, 4 നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ഏതിലേക്ക് വേണമെങ്കിലും കൊടുക്കണോ അതിലേക്ക്. അപ്പോൾ ഇത് ഒറ്റ സ്വിച്ച് ബോക്സിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ബോക്സിൽ നിന്ന് തന്നെ ഇത് ഉള്ള 4 എണ്ണത്തിന് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഒരു യൂണിറ്റ് അല്ലാതെ നമുക്കിപ്പോൾ ഒരു റൂമിൽ തന്നെ 2 സ്വിച്ച് ബോക്സിൽ നിന്നുള്ള ലൈറ്റുകൾ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇത് 2 എണ്ണമുള്ള ഈ മെയിൻ യൂണിറ്റ് 2 എണ്ണം വരും. റിമോട്ട് ഒറ്റ റിമോട്ട് തന്നെ അങ്ങനെയുള്ള ഇത് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് സിംഗിൾ യൂണിറ്റ് ഉള്ള എന്നതിനിപ്പോൾ ഒരു
500 രൂപയാണ് വില. മറ്റേതിന് ഒരു 700 രൂപ 200 രൂപയും കൂടെ കൂടുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇത് 2 എണ്ണം കിട്ടും. അപ്പൊ 2 ചാനൽ വരും. ഇതിൽ 2 ചാനൽ, മറ്റേതിലും 2. റിമോട്ട് സെയിം തന്നെയാണ് വരിക. അപ്പൊ രണ്ടിനെയും കൺട്രോൾ ചെയ്യാം. 1 2 3 4 ആയിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പൊ 2 റൂമിലുള്ള ലൈറ്റിനെയോ അല്ലെങ്കിൽ ഒരു റൂമിൽ തന്നെ 2 സെപ്പറേറ്റ് സ്വിച്ച് ബോക്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ പിന്നെ വയർ വലിക്കാൻ സെപ്പറേറ്റ് വയറൊക്കെ കണക്ഷൻ എടുക്കാൻ നിൽക്കണം. അതിനേക്കാളും അത് 2 യൂണിറ്റ് ഉള്ളത് കിട്ടും. അങ്ങനെ ഉപയോഗിച്ച് നമുക്ക് 4 എണ്ണം തന്നെ അപ്പോഴും കൺട്രോൾ ചെയ്യാം. ഇതിലും 4 ലൈറ്റോ ഫാനൊക്കെയാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് കണക്ഷൻ കൊടുത്തൊന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ 12.29 വോൾട്ടാണ് ഇതിൻ്റെ വോൾട്ടേജ് കാണിക്കുന്നത്. 12 വോൾട്ട് ബാറ്ററിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്ലസ് മൈനസ് ഒക്കെ നമുക്ക് തിരിച്ചറിയാം. ഈ ഭാഗത്താണ്, ഇവിടെ ചെറിയൊരു മാർക്കിംഗ് ഉണ്ട്, ഇവിടെ പ്ലസ് മൈനസ് ഉണ്ട്. അപ്പോൾ അത് ഈ മൈനസ് ഇതിനകത്ത് ഇവിടെ ഒരു സ്പ്രിംഗ് ഉള്ള ഭാഗം എല്ലാ റിമോട്ടിലും ഉള്ള പോലെ തന്നെയാണ്. ഈ സ്പ്രിംഗ് ഉള്ള ഭാഗത്ത് മൈനസ് വരുന്ന പോലെ ഫിറ്റ് ചെയ്യാം. ഇത് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എപ്പോഴും ഇത് ഒന്നാമത്തെ ചാനലിൽ, ഇതാണ് ഒന്നാമത്തേക്ക് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ചാനലിൽ കൊടുത്ത ലൈറ്റ് ഓൺ ആകുന്നുണ്ട്. ഇനി അത് ഓഫ് ചെയ്യണമെങ്കിൽ ഇതിൽ റിമോട്ടിൽ ABCD 4 മാർക്കിംഗ് ആണ്. A എന്ന് പറഞ്ഞാൽ 1 2 3 4 എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഓൺ ആക്കാൻ A അമർത്തിയാൽ ഒന്നാമത്തെ ഓണായി, വീണ്ടും അത് തന്നെ അമർത്തിയാൽ അത് ഓഫാണ്. B അമർത്തിയാൽ രണ്ടാമത്തെ ഓണാണ്, B വീണ്ടും അമർത്തുമ്പോൾ ഓഫ് ആവും. C അമർത്തുമ്പോൾ മൂന്നാമത്തെ ഓഫ് ആവുന്നു. ഇതിപ്പോൾ 4ാമത്തെ ഞാൻ ഫാനിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ D അമർത്തുമ്പോൾ ഇത് ഫാൻ വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ട് വിചാരിക്കുന്നു. 4ാമത്തെ ഫാൻ വർക്ക് ചെയ്യണു. അതേപോലെ ഓൺ ഓഫ് എന്ന് പറഞ്ഞ 2 ബട്ടണും കൂടി ഇതിലുണ്ട്. ഓൺ എന്ന് പറഞ്ഞാൽ എല്ലാം ഓൺ ആവാനാണ്. ഇത് അമർത്തിയാൽ ഇതിൽ എല്ലാം ഒരുമിച്ച് ഓൺ ആവുന്നുണ്ട്. അതിൽ ഈ ഓഫ് എന്നുള്ള ബട്ടൺ അമർത്തുമ്പോൾ എല്ലാം ഒരുമിച്ച് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റൂമിൽ നിന്നൊക്കെ പുറത്ത് പോകുമ്പോൾ. പക്ഷെ ഇത് കൊടുക്കുമ്പോൾ എന്തായാലും ഇതിലേക്ക് കൊടുത്ത ഫേസ് ലൈൻ ഓഫ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ലൈറ്റിന്റെ ഒരു കണക്ഷനിൽ നിന്ന് ഇതിലേക്ക് കൊടുക്കുക. നമ്മൾ റൂമിൽ നിന്ന് പോകുമ്പോൾ എന്തായാലും സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതിലേക്കുള്ള കണക്ഷനും കൂടി ഓഫ് ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ ഇതിന്റെ ലൈഫ് കൂടാൻ നല്ലതാണ്. കൂടുതൽ കാലം ഈട് നിൽക്കും കംപ്ലൈന്റ് ഇല്ലാണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ റൂമിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഇതിലേക്കുള്ള സപ്ലൈയും കൂടി ഓഫ് ചെയ്തിട്ട് പോകാം. അപ്പോൾ ഇത് ഇത്രയും സിമ്പിളാണ്. ആകെ 500 രൂപ നമുക്ക് ചിലവുള്ളൂ. ഒരു കണക്ഷൻ നമ്മൾ ആ സ്വിച്ച് ബോക്സ് തുറന്നാൽ ഇത് അതിനകത്ത് തന്നെ ഒതുങ്ങും. സ്വിച്ച് ഇത് പുറമേ ഒന്നും വെക്കേണ്ട ആവശ്യം വരില്ല. സ്വിച്ച് ബോക്സിനകത്ത് ചെറിയ സ്പേസിൽ ഇതിപ്പോൾ ഇവിടെ കണക്ഷനുകളൊക്കെ കാണാം. ഇതിപ്പോൾ ഞാൻ ക്വിക്ക് കണക്ടർ ഉപയോഗിച്ചാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്കിൽ എല്ലാറ്റിൻ്റെയും കോമൺ ന്യൂട്രലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് വരുന്ന ബ്ലാക്ക്, ഇത് റെഡും ബ്ലാക്കിലും ഫേസ് ന്യൂട്രലും പ്ലഗിൽ നിന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. ബാക്കി 4 എണ്ണം 4 ലൈറ്റിനും ഫാനായിട്ട് 4 വയർ ഫേസുകൾ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഉള്ളിൽ ഞാൻ ഫിറ്റ് ചെയ്തൊരു 3-4 വർഷമായിട്ട് ഇത് സെയിം സാധനം ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. പുറത്തുനിന്ന് വർക്കിംഗ് മാത്രം ഒന്ന് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം ഇതിൽ കണക്ട് ചെയ്യാനൊക്കെ ക്വിക്ക് കണക്ടർ എന്ന് പറഞ്ഞ ഒരു ചെറിയ സാധനം 5 രൂപ താഴെയൊക്കെ വിലയുള്ളൂ. നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ അമർത്തേ വേണ്ട. ഇതിലിപ്പോൾ ഈ വയർ ഇതിപ്പോൾ കണക്ഷൻ അഴിക്കാനായിട്ട് ഇതൊന്ന് പ്രസ് ചെയ്താൽ എടുത്തത് ഇങ്ങനെ വയർ വന്നു. നമുക്ക് ഇപ്പോൾ ട്യൂബ് ലൈറ്റ് അങ്ങനെ ചെറിയ ഇതൊക്കെ താൽക്കാലികമായിട്ടൊക്കെ കണക്ഷൻ കൊടുക്കാൻ ഇൻസുലേഷൻ ടൈപ്പ് ഒന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ അമർത്തി ഇതിനകത്ത് വെച്ച് കൈവിട്ടാൽ അത് ലോക്കായി. അപ്പോൾ ഇതുപോലെയുള്ളത് വളരെ സിമ്പിളാണ്. കുറഞ്ഞത് 50 എണ്ണത്തിൻ്റെ 100 എണ്ണത്തിൻ്റെ ഒക്കെ പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ടൈപ്പ് ഒട്ടിക്കാൻ ഇതൊന്നും വേണ്ട, വീണ്ടും അഴിക്കാനായിട്ടും മെനക്കെടേണ്ട കാര്യമില്ല. ഇതൊന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ വളരെ എളുപ്പം ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്തൊരു വയർ എക്സ്ട്രാ ഉണ്ട്. ഇതിൻ്റെ ഏരിയയിലാണ് ഇതിൻ്റെ സിഗ്നൽ കിട്ടാൻ. ഇത് വയർ കട്ട് ചെയ്യുക, ഇൻസുലേഷൻ കളയൊന്നും ചെയ്യാൻ പാടില്ല. ഇത് തനിയെ ബാക്കി കണക്ഷനുകളെല്ലാം ഇവിടെയാണ്. കണക്ഷൻ വയറല്ല, ഇത് സെപ്പറേറ്റ് ഒരു സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ റിമോട്ടിൻ്റെ സെൻസർ ഇത് ഏരിയയിലാണിത്. അപ്പോൾ ഇതിന് ഡാമേജ് വരുത്താണ്ട് നോക്കുക. ഇപ്പം നമുക്ക് ഈ കേസിൽ ലൈറ്റ് ഫാനുകളൊക്കെയാണ് നോർമൽ ഒരു 1000 വാട്ട്സ് വരെയുള്ള ലോഡൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇൻവെർട്ടർ ടൈപ്പ് AC ഒക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഇതിൽ വർക്ക് ചെയ്യും, പ്രശ്നമില്ല. നമ്മളിപ്പോൾ നോർമൽ AC ഒക്കെ ആണെങ്കിൽ ഇത് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള റിലേ തകരാറ് വരാൻ സാധ്യതയുണ്ട് വാട്ട്സ് കൂടുമ്പോൾ. അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇതുപോലൊരു റിലേ സോളിനോയിഡ് നമുക്ക് എക്സ്ട്രാ കിട്ടും. ഇത് മോട്ടറിൻ്റെ സ്റ്റാർട്ടറിനകത്ത് വരുന്നതാണ്. ഇതിനൊരു 450 രൂപയാണ് വില. ഇത് സിംഗിൾ ഫേസിൻ്റെ ഉണ്ട്, 3 ഫേസിൻ്റെ ഒക്കെ വരുന്നുണ്ട്. ഇതിപ്പോൾ സിംഗിൾ ഫേസ് ആണ്, 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെച്ചാണെങ്കിൽ നമുക്കിപ്പോൾ മോട്ടറോ വീട്ടിൽ എന്ത് ഹെവി സാധനമാണെങ്കിലും നമുക്ക് ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് യാതൊരുവിധ ലോഡും വരില്ല. നമ്മുടെ ഈ
റിമോട്ട് യൂണിറ്റിന് തകരാറ് വരാതെ ഇതിൽ നിന്നുള്ള സപ്ലൈ ഇതിലേക്കാണ് നമ്മൾ കൊടുക്കുക. ഇതിൽ നിന്ന് കൊടുത്താൽ പിന്നെ ഇവിടെ ഫേസ് ഇന്നും ഔട്ടും ഉണ്ട്. ന്യൂട്രൽ ഫേസ് നമുക്ക് സാധാരണ പോലെ ലോഡ് എങ്ങനെയും കൊടുത്താൽ എത്ര ലോഡ് വേണമെങ്കിലും അപ്പോൾ കൊടുക്കാം, അതിനെ ബാധിക്കില്ല. അതൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ഈ സോളിനോയിഡ് ഇത് കണക്ട് ചെയ്തിരിക്കുക. ഇത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്, മാഗ്നറ്റിക് സ്വിച്ച് ആണ് ഇത് വരുന്നത്. ഈ സ്വിച്ച് ഇത് ഇവിടെ ഇന്നും ഔട്ട് ഏത് സൈഡ് ആയാലും ഇതിന്റെ ഇവിടെ കൊടുക്കുന്ന സപ്ലൈ ഇത് ഓൺ ആകുമ്പോൾ ഇങ്ങോട്ട് വരും സ്വിച്ച്. ഇതിപ്പോൾ ടു വേ ആണിത്. അതേപോലെ ഇവിടെ ഡ്യുവൽ പോൾ എന്ന് പറയാം. അപ്പോൾ ന്യൂട്രൽ ബേസ് നമുക്ക് മെയിൻ ഇപ്പോൾ വാട്ടർ ഹീറ്ററോ എ സിയോ എന്ത് ഹെവി മോട്ടറായാലും എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതിൽ ന്യൂട്രൽ ബേസ് ഇവിടെ കൊടുത്തു വയ്ക്കുന്നു. അതിന്റെ ഔട്ട് നമ്മൾ സാധാരണ പോലെ ഔട്ട് ഇതിൽ നിന്ന് എടുത്ത് വെച്ചാൽ മതി. ഇതിനെ സ്വിച്ച് ഓൺ ആക്കുന്നത് റിമോട്ട് ആയിരിക്കും. നമ്മൾ ഈ യൂണിറ്റ് ആണ് എപ്പോൾ ഇത് ഓൺ ആവണോ ഓഫ് ആവണമെന്ന് നമ്മൾ ഈ റിമോട്ടിൽ ഇതിപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഫസ്റ്റ് ലൈറ്റ് കത്തുണ്ട്, അപ്പോൾ നമ്മളത് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ രണ്ടാമത്തേൽ നിന്നാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഇത് കൊടുക്കുമ്പോൾ ഇത് ഓൺ ആവുന്ന കാണാം. ഇത് ഈ സൗണ്ട് കേൾക്കുന്ന ഇത് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് അകത്തേക്ക് വന്നാൽ ഇത് കോണ്ടാക്ട് വരും, അത് വേണ്ട അമർത്തും ഓഫ് ആവും. നമുക്ക് എത്ര ലോഡായാലും വാട്ടർ ഹീറ്ററോ എന്ത് വീട്ടിൽ എന്ത് ഹെവി ലോഡുള്ള സാധനം നേരിട്ട് കൊടുത്താൽ ഇത് എന്തായാലും ഡാമേജ് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ഇതാകെ ഒരു 450 രൂപ ഇതിന് വിലയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു യൂണിറ്റ് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഇപ്പോൾ ഈ സ്വിച്ച് ബോക്സിൽ നമ്മളത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിമോട്ടാണ് ഇത്. അപ്പോൾ ഇതിൽ ഈ ഒന്നാമത്തെ സ്വിച്ചിൽ നിന്നാണ് ഇതിൻ്റെ ഇവിടുത്തെ റൂമിലത്തെ ലൈറ്റിൻ്റെ സ്വിച്ച് ആയിരുന്നു ഇത്. അപ്പോൾ അതിൽ നിന്ന് ഇത് മെയിൻ കണക്ഷൻ ഇത് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഈ ഒന്നാമത്തെ സ്വിച്ച് ഇട്ടാൽ ഇവിടുത്തെ റൂമിലെ ലൈറ്റ് ഓൺ ആയിക്കോളും. പിന്നീട് നമ്മൾ റിമോട്ട് തപ്പി പോകേണ്ട കാര്യമൊന്നുമില്ല. റൂമിൽ വന്ന് ഈ സ്വിച്ച് അങ്ങിട്ടാൽ ഉടനെ ഇവിടെ ട്യൂബ് ലൈറ്റ് വർക്ക് ആവുകയാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെയാണ് നമ്മൾ റിമോട്ടിൽ കണ്ടത്. അപ്പോൾ ആ ഒന്നാമത്തെ ഇത് ആണ് വരുന്നത്. ഇത് അമർത്തി ആ ലൈറ്റ് ഓഫ് ചെയ്യാം, വേണ്ടെങ്കിൽ പകൽ ആവശ്യമില്ല, ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫാനിൻ്റെ ഇതിപ്പോൾ റിമോട്ട് ഇതിലാണ് വരുന്നത്. അപ്പോൾ ഫാൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇത് ഇപ്പോൾ സൈഡിൽ ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് എല്ലാം ഈ റിമോട്ടിൽ തന്നെ വർക്കാകും. അപ്പോൾ ഈ ഇവിടെ പുറമേ ഒന്നും കാണുന്നില്ല, ഇതെല്ലാം ഇതിനകത്ത് തന്നെയാണ്. അതിൻ്റെ ഒരു ഏരിയയിൽ ഒരു കണക്ഷൻ ഉണ്ട് വയർ, അത് മാത്രം ഞാൻ ഇത്തിരി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് മാത്രം സൈഡിൽ ചെറുതായി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ റേഞ്ചിൻ്റെ ബാധിക്കാതിരിക്കാൻ വേണ്ടി. ശരിക്കും അത് ഉള്ളിലാണെങ്കിലും കിട്ടും, റൂമിനകത്തൊക്കെ ആയതുകൊണ്ട് ഇത് ബാധിക്കണമൊന്നുമില്ല. അപ്പോൾ ഇത് സ്വിച്ച് ബോക്സിനകത്ത് കൺസീൽഡായി, പുറമേ ഒന്നും കാണില്ല, നമുക്ക് കൈകാര്യം ചെയ്യാൻ കണ്ടില്ല. ഈ ഒറ്റ പോകുമ്പോൾ ഈ ഒറ്റ സ്വിച്ച് ഓഫ് ചെയ്താൽ എല്ലാം ഓഫായി. നമ്മൾ പല സ്വിച്ചുകളൊന്നും ഓഫ് ചെയ്യേണ്ട കാര്യമില്ല, റിമോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ രാത്രി കിടക്കുമ്പോഴൊക്കെ ബെഡിനടുത്തൊക്കെ അത് വെക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഇതിൻ്റെ റിമോട്ടുകൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഫാനിൻ്റെ ആണ്, എ സിയുടെ, ഇപ്പോൾ മൊബൈൽ ഫോണ്, ഇങ്ങനെയെല്ലാം എടുത്ത് അപ്പോൾ നമുക്ക് പോയി സ്വിച്ച് ഇടാനോ ഇപ്പോൾ ഫാമിലി കോട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് കൈ എത്തില്ല. ഇപ്പോൾ ചുമരിലൊക്കെ നമ്മൾ 2 വേ വെച്ചിട്ടുണ്ടെങ്കിലും ഈ സൈഡിൽ കിടക്കുന്ന ആൾക്ക് കയ്യെത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ നമുക്ക് റിമോട്ട് ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ അടുത്ത് എവിടെ ആയാലും നമ്മൾ ഇരിക്കുന്നിടത്ത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ളതിന് വളരെ എളുപ്പം, വളരെ കുറഞ്ഞ ചിലവ് നമുക്ക് വരുന്നുള്ളൂ. വൈഫൈയോ നെറ്റോ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് നൈറ്റ് സ്വിച്ച് പറഞ്ഞു. ഈ സ്വിച്ച് ഇതുപോലെ ഒന്ന് കണക്ഷൻ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനകത്ത് ആകെ 3 വയറാണ് വരുന്നത്. അപ്പോൾ ഇത് ലോഡിലേക്ക് പോകുന്നതാണിത്. നമ്മൾ ലൈറ്റിലേക്ക് എന്ത് ലൈറ്റാണ് വർക്ക് ചെയ്യേണ്ടത്, ഒരെണ്ണോ കൂടുതലോ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഔട്ട്പുട്ടാണ് ഇത് വരുന്നത്. ഇത് മെയിൻ ഇന്നാണ് ബ്ലാക്ക് വരുന്നത്. ഇത് വൈറ്റ് എന്ന് പറയുന്നത് കോമൺ ആണ്, ന്യൂട്രൽ. അത് കോമൺ ആയിട്ട് ഈ വരുന്ന ലൈറ്റിൻ്റെ ബൾബിൻ്റെ ഒരു വയർ നമ്മൾ ഇതിലേക്കും കൊടുക്കുന്നു, ഒരെണ്ണം ലോഡിലേക്കും. ഇത് രണ്ടിലേക്കാണ് നമ്മൾ ബൾബിലേക്ക്. അതേപോലെ ഇൻപുട്ട് മെയിൻ ലൈനിൽ നിന്ന് വരുന്ന ഒരെണ്ണം ഇതിലേക്ക്, ഈ വൈറ്റിലേക്ക് തന്നെ രണ്ടും പോകുന്നു. ഇതൊന്ന് കണക്ഷൻ. ഇതിപ്പോൾ നമ്മുടെ ഇത് മെയിൻ ഇതിപ്പോൾ കാണിക്കുന്നു. ഇപ്പോൾ ഫേസ് ചുവപ്പ് വയർ നമ്മൾ ഇതിലേക്ക് കൊടുക്കാം. ഇതിൽ കളർ കോഡിങ് ഇത്തിരി തിരിച്ചാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. ലോഡ് ഒരു റെഡും നോട്ടും ഫേസ് ഒരു ബ്ലാക്കും വൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തിരിച്ചാണെങ്കിൽ നല്ലതായിരുന്നു. ഇവരിപ്പോൾ എല്ലാം ഇത് ചൈനയിൽ നിന്ന് വരുന്നതാണ്. ഇതൊക്കെ പലരും പല രീതിയിൽ ഇന്ത്യ മേക്ക് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടെങ്കിലും എല്ലാം ചൈന സാധനം തന്നെയാണ്. ഇതിപ്പോൾ കുറേ പഴക്കം വരുമ്പോൾ ഇതിനങ്ങനെ കേടൊന്നും വരുന്നില്ല. ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് കവർ മാത്രം ഇതിപ്പോൾ ഇത് ഞാൻ 2-3 വർഷം മുന്നേ വാങ്ങി ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ വെയിലൊക്കെ കൊള്ളുമ്പോൾ ഈ പ്ലാസ്റ്റിക് കവർ പൊട്ടുന്നു, അല്ലാണ്ട് ബോർഡിനും കംപ്ലൈൻ്റ് ഒന്നും വരുന്നില്ല. ഇതിപ്പോൾ ഒരുപാട് വളരെ നല്ല ലൈഫുള്ള സാധനം തന്നെയാണ്. ഇത് കുറേ വെയിൽ കൊള്ളുമ്പോൾ പുറമെയാണ് ഇത് വെക്കേണ്ടത്. ഓപ്പൺ ലൈറ്റ് കിട്ടുന്ന അവിടെ ഫിറ്റ് ചെയ്യണം, എന്നാലേ ഇത് ശരിക്കും നമുക്ക് നേരം വെളുക്കുമ്പോൾ ഇതിന് അറിയുള്ളൂ. വെളിച്ചം വന്നാൽ ഓഫ് ആവുകയാണ്.
അപ്പോൾ വെളിച്ചം വരുമ്പോൾ ഇതിന് അറിയണം. അപ്പോൾ ലൈറ്റിന്റെ നേർക്ക് ഇപ്പോൾ ബൾബ് ഇതാണെങ്കിൽ ബൾബിന് വെളിച്ചം ഡയറക്റ്റ് അടിക്കണ പോലെ ഫിറ്റ് ചെയ്യാൻ പാടില്ല. ബൾബിന്റെ വെളിച്ചം കുറച്ച് മാറ്റി ഫിറ്റ് ചെയ്യണം. നേരിട്ട് ബൾബിന്റെ ലൈറ്റ് വന്ന രാത്രി അത് നേരം വെളുത്തു എന്നുള്ളത് സെൻസ് കിട്ടി ഇത് ഓഫ് ആവും. ഇത് മാറി മാറി ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് മാറ്റി ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ കണക്ഷൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ മെയിൻ ലൈൻ ഒരു വയർ നമ്മളിത് ഫേസിലേക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ന്യൂട്രൽ, ഇതിലത്തെ ന്യൂട്രലും ബൾബിന്റെ ന്യൂട്രലും ഒരുമിച്ച് ഈ വൈറ്റ് കണക്ഷനിൽ കൊടുക്കുക. അത്രേ ഉള്ളൂ. ഇനി ബൾബിന്റെ മറ്റേ വയർ ലോഡ് അത് ഈ റെഡിലേക്ക് ഇങ്ങനെ കൊടുക്കുക. ഇതിപ്പോൾ ഒരു കണക്ടർ വേണമെങ്കിൽ നമുക്ക് കണക്ടർ ഉപയോഗിച്ച് കൊടുക്കാം. ഇപ്പോൾ കണക്ടർ ഉപയോഗിച്ച് ഒരു സൈഡ് ചെയ്തും തിരിച്ചു എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. നമുക്ക് അതാകുമ്പോൾ ഇൻസുലേഷന് കുറച്ചും കൂടി സൗകര്യമുണ്ട്. ഇത് ഇത്രയേ ഇതിനാവശ്യമുള്ളൂ. ഇനി നമ്മളിത് പ്ലഗ് ഓൺ ആക്കിയ ഇവിടെ ഇരുട്ട് വരണം, എന്നാലാണ് ഇത് ലൈറ്റ് ഓൺ ആവുള്ളൂ. ഇതിപ്പോൾ നമ്മൾ കണക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വെളിച്ചം വരാതിരിക്കുക, ഒന്ന് കവർ ചെയ്യുമ്പോഴാണ് ലൈറ്റ് ഓൺ ആകുക. അതിപ്പോൾ നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ആ ലൈറ്റ് ഓണായി. ഇപ്പോൾ ഇരുട്ടായി എന്നാണ് അതിന് സെൻസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഇല്ല. ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ അത് തനിയെ ഓഫ് ആവും. വളരെ സിമ്പിളാണ്, വളരെ കുറഞ്ഞ ചിലവേ ഉള്ളൂ. നമുക്ക് പുറമേയുള്ള ലൈറ്റുകളെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാത്രിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ ആളുണ്ടോ എങ്കിലും ശരിയില്ലെങ്കിലും മറന്നു, ഇപ്പോൾ നൈറ്റൊക്കെ രാത്രി പുറത്ത് നമ്മൾ ലൈറ്റുകൾ ഓൺ ചെയ്യുന്നതാണ്, രാവിലെ ഓഫ് ചെയ്യാൻ മറക്കും പലരും. അപ്പോൾ ഇത് നമ്മൾ പുറത്തെ ലൈറ്റുകൾക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ രാവിലെ ഓഫ് ചെയ്യാൻ മറക്കുക, അങ്ങനെയുള്ള വിഷയമുള്ളവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. ഇത് രാത്രിയാകുമ്പോൾ തനി ഓൺ ആയിക്കോളും. വീട്ടിൽ ആളില്ലാത്തവിടെ, ഇപ്പോൾ അതുപോലെ ചർച്ചിലോ അമ്പലങ്ങളിലോ ഇതിലൊക്കെ ആകുമ്പോൾ എപ്പോഴും ആളോ ഇതില്ലാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് പുറത്തെ ലൈറ്റുകളൊക്കെ നമുക്കിത് ആള് വരണം എന്നൊന്നുമില്ല. ഓഫ് ചെയ്യാൻ രാവിലെ വന്ന് ഓഫ് ചെയ്യാനും രാവിലെ രാത്രിയാകുമ്പോൾ വന്ന് ഓണാക്കാനൊന്നും വരാൻ സൗകര്യപ്പെടാത്തവിടെ എല്ലാം നമുക്കിത് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഒരെണ്ണം വെച്ച് എല്ലാറ്റിലും കൺട്രോൾ ചെയ്യാം. അപ്പോൾ പല ഭാഗത്തേക്കും കൊണ്ടുപോകുമ്പോൾ വയറും ചിലവ് അതിനേക്കാളും സിമ്പിൾ. ഇപ്പോൾ 2-3 പല ഭാഗത്തായിട്ട് ഓരോന്ന് വെക്കുകയാണെങ്കിൽ 100-150-200 രൂപ താഴെ ഒരെണ്ണത്തിനേ ഉള്ളൂ. ചിലപ്പോൾ വീടിൻ്റെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ വയർ കൊണ്ടുവരണമെങ്കിൽ ചിലപ്പോൾ അതിലേറെ ചിലവ് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്രയും കുറഞ്ഞത് അതിൻ്റെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ വെച്ചാലും കുഴപ്പമില്ല. നമുക്കത് ബാക്കിൽ ഞാൻ ഫിറ്റ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ വീടിൻ്റെ പുറത്തൊരു സെൻസർ വെച്ചിട്ടുണ്ട്. ഇത് പുറമെയുള്ള ലൈറ്റുകൾക്കെല്ലാം ഈ ഒരു സെൻസർ തന്നെ വെച്ചിട്ടുള്ളൂ. ഇതിൽ നിന്ന് പിന്നെ ഓരോ ഭാഗത്തേക്കായിട്ട് വയർ കണക്ഷൻ എല്ലാ ലൈറ്റിനും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ നിന്ന് പോയിരിക്കുകയാണ് പുറമെയുള്ള ലൈറ്റുകൾ. അപ്പോൾ രാത്രിയാകുമ്പോൾ ഇതിൻ്റെ കോമൺ സ്വിച്ച് മാത്രം ഓൺ ആക്കുന്നുള്ളൂ. ഓണാക്കി നമുക്ക് പിന്നെ എല്ലാ ലൈറ്റിനും സെപ്പറേറ്റ് സ്വിച്ചുകളുണ്ട്. അതിലേക്കൊക്കെ ഇതിൽ നിന്നുള്ള കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏത് സ്വിച്ച് നമ്മൾ ഓൺ ആക്കിയിട്ട് പോകുന്നു ആ ലൈറ്റുകൾ രാത്രിയാകുമ്പോൾ തനിയെ വർക്ക് ആയിക്കോളും. ഇതിപ്പോൾ രാത്രിയാകുമ്പോൾ എല്ലാം വർക്ക് ചെയ്യുമൊന്നുമില്ല, എല്ലാം ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഓൺ ആക്കിയാൽ അത് മാത്രം, ബാക്കി നമുക്ക് ഓഫ് ചെയ്തിടാം. എല്ലാം വേണമെങ്കിൽ എല്ലാ സ്വിച്ച് ഓൺ ആക്കിയിട്ടാൽ എല്ലാം വർക്ക് ചെയ്യുകയും ചെയ്യും. പുറമെയുള്ള ലൈറ്റുകൾക്ക് കംപ്ലീറ്റ് ഒരു സെൻസറേ വെച്ചിട്ടുള്ളൂ. ഈ ഒരു സെൻസർ ഇപ്പോൾ ദൂരെയൊക്കെ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേറെ ഒരു സെൻസർ വെച്ച് ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകണമെന്നാൽ അവിടെ ഒരു സെൻസർ, അതായിരിക്കും ലാഭം. വയറൊക്കെ ഇവിടുന്ന് അത്രയും വരുമ്പോൾ വയറിൻ്റെ കോസ്റ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ അതായിരിക്കും ലാഭം. അത് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് വെക്കാവുന്നതാണ്. ഇപ്പോൾ ദൂരെയൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് സെൻസർ വയ്ക്കുകയാണ് നല്ലത്. ഇത് റിമോട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. വൈഫൈയോ ഒന്നും നെറ്റ് കണക്ഷനോ ഒന്നും നമ്മൾ സിം ഇട്ടിട്ട് ചെയ്യുന്നുണ്ട്. അതിനാകുമ്പോൾ എല്ലാ മാസം നമ്മൾ മൊബൈലിൽ പിന്നെ റീചാർജ് ചെയ്യും പോലെ പൈസ അടച്ച് റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ ഇതിൻ്റെ റിമോട്ടിനൊക്കെ ഏരിയയിൽ ഇങ്ങനെ ഹൈറ്റ് കൂട്ടാം. ഇതിന് അവർ സെപ്പറേറ്റ് ഒരു ആൻറ്റിന തന്നിട്ടുണ്ട് നമുക്ക് മോട്ടർ ഷെഡിൽ. ഈ യൂണിറ്റ് മോട്ടർ ഷെഡിലാണ് വയ്ക്കേണ്ടത്. ഇത് സിംഗിൾ ഫേസ് ആണ് ഇത് വരുന്നത്. ഇപ്പോൾ 3 ഫേസിനും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അത് അതിന് നമ്മൾ ഈ റിലേ വെച്ചിട്ട് നമുക്ക് 3 ഫേസ് മോട്ടറും കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടറിൽ റിലേയിലേക്ക് ഇത് കൊടുക്കാൻ പറ്റും. സ്റ്റാർട്ടർ ഓട്ടോമാറ്റിക്കൽ ഓൺ ആക്കിയിട്ട് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്നത് 9 വോൾട്ട് ബാറ്ററിയാണ് വരുന്നത്. ഈ ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ പ്ലസും മൈനസും ഈ ബാറ്ററിയുടെ ഈ ചെറിയ ഇങ്ങനെ കാണുന്ന പോർഷനാണ് പ്ലസ്. ഇവിടെ സൈഡിൽ മാർക്കിംഗ് ഉണ്ട്, ചെറുത് ഇത് മൈനസും ആണ്. അപ്പോൾ അത് നമ്മൾ തെറ്റിപ്പോകാൻ പാടില്ല. ഇവിടെ ഉള്ളിൽ മാർക്കിംഗ് ഉണ്ട്. ഞാനിപ്പോൾ അറിയാൻ വേണ്ടി ഒരു പ്ലസ് മൈനസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തിരിഞ്ഞു പോകരുത്. അത് തിരിഞ്ഞാൽ റിമോട്ട് കംപ്ലൈൻ്റ് ആവും. അപ്പോൾ പ്ലസിൻ്റെ ഭാഗത്ത് പ്ലസ് ഈ ചെറിയ പോയിന്റ് വരും പോലെയാക്കി ഇതിങ്ങനെ ഇട്ടാൽ വർക്കായി. ഇനി അതുപോലെ ഇതിനകത്താകെ 4
കണക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇത് പ്ലസ് മൈനസ് ന്യൂട്രൽ, ഇത് ബ്ലാക്ക് ന്യൂട്രലും ഫേസ്, അതേപോലെ ഇവിടെയും ന്യൂട്രലും ഫേസ്, ഇത് ഇന്നും ഇത് ഔട്ട്, ഇത് ഫേസ് ഇന്ന്, ഫേസ് ന്യൂട്രൽ ഇന്ന്, ഇത് ന്യൂട്രൽ ഫേസ് ഔട്ട്. 3500 വാട്ട്സ് വരെ ഇതിൽ ലോഡ് കപ്പാസിറ്റി ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്കൊരു 4-4.5 HP ആയി, അതൊരു 746 വാട്ട്സ് ആണ് ഒരു HP. അപ്പോൾ ഒരു 4-4.5 HP വരെ ഇത് താങ്ങുന്നതാണ് ഇവർ പറയുന്നത്. അപ്പോൾ വീട്ടിൽ സാധാരണയൊക്കെ ഒരു 1.5 HP കൂടെ ഇതിലൊന്നും സാധാരണ വീട്ടിൽ മോട്ടോർ വരില്ല. അപ്പോൾ നമുക്കിതിൽ പ്രത്യേകിച്ച് ഒന്നും ആവശ്യമില്ല, നേരിട്ട് മോട്ടറിന്റെ കണക്ഷൻ ഇതിൽ നിന്ന് എടുത്താൽ മതി. മോട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ 2 വയർ ഇതിൽ മാത്രം കൊടുത്താൽ മതി. ഇത് പ്ലഗിൽ നിന്ന് ഇതിലും കൊടുത്താൽ നമുക്ക് റിമോട്ടിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ വലിയ 3 ഫേസ് മോട്ടർ, വലിയ സ്റ്റാർട്ടറൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് അവിടെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു റിലേ വെക്കുന്നത്. അപ്പോൾ ഇതിനെ ലോഡ് ബാധിക്കില്ല. ഇതിന് കൂടുതൽ കംപ്ലൈന്റ് വരാതിരിക്കാനൊക്കെ ഇങ്ങനെയുള്ള ഒരു റിലേ വെച്ചാൽ എന്ത് പ്രശ്നം വന്നാലും ഇതിലേ വരുള്ളൂ. ഇത് നമ്മുടെ യൂണിറ്റ് സേഫ് ആയിരിക്കും. അപ്പോൾ ഇതിന് അവരൊരു ഏരിയയിൽ തന്നിട്ടുണ്ട്. ഈ ഏരിയയിൽ ഇല്ലാണ്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു 50 മീറ്ററോളം ദൂരം ഏരിയയിലൊന്നും വെക്കാണ്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ വരുമ്പോൾ പോരാതെ വരുമ്പോഴാണ് നമ്മൾ ഇതിൽ ഏരിയയിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. ഏരിയയിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു നമ്മുടെ പറമ്പിൽ നമ്മുടെ മൗണ്ട് ഷെഡ് ഒരു 130 മീറ്റർ ഒക്കെ ദൂരെയാണ്, 150ൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അവിടേക്ക് നോക്കുമ്പോൾ ഒരു ഏരിയയിലും വെച്ചിട്ട് ഒരു 150 മീറ്റർ ആണ് എനിക്ക് റേഞ്ച് കിട്ടുന്നത്. അതിനപ്പുറം പോകുമ്പോൾ അത് കട്ടാവുന്നുണ്ട്. ഒരു 1.5 കിലോമീറ്റർ പറയുന്നത് എനിക്ക് തോന്നുന്നു അത് ഓപ്പൺ സ്പേസിൽ മാത്രമായിരിക്കും തോന്നുന്നു. അത്രയ്ക്ക് കിട്ടുമോ, 1 കിലോമീറ്റർ കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം. ഞാൻ അത്രയൊന്നും ടെസ്റ്റ് ചെയ്തില്ല. നമ്മുടെ ആവശ്യത്തിന് പക്ഷേ ഇത് തികയുണ്ട്. ഒരു 130 മീറ്റർ ആണ്, നമുക്കൊരു 150 വരെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ പറമ്പിൽ ദൂരെയാണ് നമ്മുടെ മോട്ടർ ഷെഡ്, വീട്ടിലേക്ക് വെള്ളം അടിക്കാനുള്ള മോട്ടറൊക്കെ കാണുന്നത്. അപ്പോൾ എല്ലാ ദിവസവും അവിടെ പോയി മോട്ടർ ഓൺ ആക്കുന്നു. ഓഫ് ചെയ്യാനും ഇപ്പോൾ ഒരാൾ ടാങ്ക് നിറമേ ഓഫ് ചെയ്യാനും പോകുന്ന അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് വാങ്ങിയിരിക്കുന്നത്. ഇതിന് 2100 രൂപയാണ് വില. ഇത് അമിക് സ്മാർട്ട് എന്ന ബ്രാൻഡിലാണ് ഇത് കാണുന്നത്. ഇത് വില കുറഞ്ഞുണ്ട്, പക്ഷെ ഇത്ര റേഞ്ച് ഇല്ല അതിന്. 300 മീറ്റർ ഒക്കെ റേഞ്ച്, 300 അല്ല 100 മീറ്റർ റേഞ്ച് പറയുള്ളൂ. ഇതിന് 1 കിലോമീറ്റർ പറയുന്നതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ 150 മീറ്റർ എങ്കിലും കിട്ടുന്നത്. ഇത് തോട്ടമാണ്, തെങ്ങും തോട്ടത്തിൻ്റെ ഉള്ളിലായതുകൊണ്ടായിരിക്കാം റേഞ്ച് വളരെ കുറവ്. പക്ഷെ എന്നാലും നമ്മുടെ ആവശ്യത്തിന് ഇത് തികയുണ്ട്. അപ്പോൾ അത് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ കണക്ഷൻ ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഇൻപുട്ട് ഈ 2 ഇൻപുട്ടാണ്, ഈ 2 വയർ വരുന്നത്. ഇത് 2 ഔട്ട്പുട്ട്. അതിന് ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു ബൾബാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, വർക്ക് ഓൺ ആവുണ്ടോ ഇല്ല എന്നറിയാം. അപ്പോൾ അതിൻ്റെ റിമോട്ടിൽ ബാറ്ററി ആക്കിയിട്ടുണ്ട്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കി ഇടുമ്പോൾ ഇവിടെ ചെറിയൊരു ഇൻഡിക്കേറ്റർ, അത് പക്ഷേ ഇരുട്ടത്ത് മാത്രമേ കാണുള്ളൂ, ഇതിനകത്താണ്, പുറമേക്ക് ബൾബ് കാണിക്കുന്നില്ല അവർ. ഒരു റെഡ് ലൈറ്റ് ഇവിടെ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇത് റിമോട്ട് നമ്മൾ ഇതിപ്പോൾ അതിൻ്റെ ഏരിയയിൽ ഞാൻ അഴിച്ചു വെച്ചിരിക്കുകയാണ്, അല്ലാതെ തന്നെ ഇത് വർക്ക് ചെയ്യും. ഇതിപ്പോൾ നമ്മളിതിൽ ഓൺ ബട്ടൺ അമർത്തുമ്പോൾ ബൾബ് ഓൺ ആവുന്നുണ്ട്, ഓഫ് അമർത്തുമ്പോൾ ഓഫ് ആകുന്നുണ്ട്. ഓൺ ആക്കുമ്പോൾ ഈ റെഡ് മാറി ഗ്രീൻ കളർ ഇവിടെ വരുന്നത് കാണുമെന്ന് വിചാരിക്കണം. അത് വളരെ ലൈറ്റാണ്, നല്ല ഇരുട്ടാണെങ്കിൽ തന്നെയാണ് ഇത്. അപ്പോൾ കളർ ചേഞ്ച് ആവും. അങ്ങനെ നമുക്ക് ഇതിപ്പോൾ 2 ഓണും 2 ഓഫും ഉണ്ട് ഇതിൽ. ഏത് വേണമെങ്കിലും ഓൺ ചെയ്യാം, ഏതിൽ വേണമെങ്കിലും ഓഫ്. രണ്ടും ഇനിയിപ്പോൾ ഒരു ബട്ടൺ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ വേണ്ടി അവർ അഡീഷണൽ ആകെ 2 ബട്ടണേ ആവശ്യമുള്ളൂ. ഇത് ഓണാണ്, ഇത് ഓഫാണ്. ഈ റിമോട്ടിൽ നമുക്കിതിപ്പോൾ ഓൺ ആവുന്നു, ഓഫ് ആവുന്നു. ഈ വീണ്ടും ഇത് 4 ബട്ടണും അങ്ങനെ തന്നെയാണ്, ഒരേ ഇത് തന്നെയാണ്. അതേപോലെ നമുക്ക് ഇവിടെയും ഉണ്ട് ഒരു പെയർ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഇതിലും വേണമെങ്കിൽ നമുക്ക് ഓൺ ഓഫും ചെയ്യാം. ഇപ്പോൾ മാനുവലായിട്ട് മോട്ടർ ഷെഡ് ഇതിപ്പോൾ വീട്ടിലോ ഇതുവരെയാണ് റിമോട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓണോ ഓഫോ ചെയ്യണമെങ്കിൽ ഇതൊന്ന് അമർത്തി വിട്ടാൽ അപ്പോഴും ഇത് വർക്ക് ആവുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ ഓൺ ആക്കിയത് വീട്ടിൽ നിന്ന് ഓഫ് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ ഈ ബട്ടൺ അമർത്തി റിമോട്ടിൽ ഓഫ് ചെയ്യാം. ഇപ്പോൾ റിമോട്ടിൽ ഓഫ് ആണെങ്കിൽ ഇവിടെ ഓണും ചെയ്യാം. രണ്ടും തമ്മിൽ സിങ്കാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇനിയിപ്പോൾ അവിടെ ഓണാക്കി അവിടെ തന്നെ ഓഫ് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ മോട്ടർ ഷെഡിൽ നിന്ന് നമുക്കിപ്പോൾ റിമോട്ട് വീട്ടിലാണ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഓൺ ചെയ്യണം. പിന്നീട് വീട്ടിൽ വന്നിട്ട് ഓഫ് ചെയ്യണമെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഓഫ് ചെയ്യും. രണ്ടും വർക്ക് ചെയ്യും. ഇനിയിപ്പോൾ ഇതേമാതിരി തന്നെ നമുക്ക് ഈ റിലേ, ഈ ഔട്ട്പുട്ടിൽ നമുക്ക് ഈ റിലേയുടെ ഈ കോയിൽ കണക്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ റിലേ വർക്ക് ആവും. അപ്പോൾ നമുക്ക് 3 ഫേസ് മോട്ടറിനെയൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ റിലേ വഴി നമുക്ക് ഉപയോഗിക്കാം. എത്ര ഹെവി ലോഡ് ആയാലും നമുക്ക് ലോഡ് നോക്കേണ്ട കാര്യമില്ല. അതിനനുസരിച്ചുള്ള കപ്പാസിറ്റി ഉള്ള റിലേ ആണെങ്കിൽ ഇതിപ്പോൾ ഏരിയയിൽ കണക്ട് ചെയ്താലും അപ്പോഴാണ് റേഞ്ച് കൂടുന്നത്. നമുക്ക് അടുത്തൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 50 മീറ്ററോളൊക്കെ ദൂരം നോക്കുമ്പോൾ ഏരിയയിൽ ഇല്ലാണ്ട് കിട്ടുന്നുണ്ട്.
ഇതും റേഞ്ച് പോരാതെ ഡിസ്റ്റൻസ് പോരാണ്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ അതിനൊരു കവറുണ്ട്, ഇപ്പോൾ ബട്ടണൊക്കെ ക്ലോസ് ചെയ്ത്, ഇപ്പോൾ ചൈൽഡ് ലോക്ക് പോലെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് എടുത്ത് ചെയ്യാതിരിക്കാൻ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുകയും ചെയ്യാം റിമോട്ട്. നമ്മുടെ ഒരു മൾട്ടിമീറ്റർ, 2-3 ടൈപ്പ് ഇതൊക്കെ ക്ലാം മീറ്റർ ആണ്. ഇത് നമുക്ക് ഇതിൽ കപ്പാസിറ്റൻസ്, AC DC, കറണ്ട്, ഇങ്ങനെയുള്ള എല്ലാം ഓട്ടോ റേഞ്ച് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള മൾട്ടിമീറ്റർ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ക്ലാം മീറ്റർ ആണ്. അപ്പോൾ DC കറണ്ട് അളക്കാനും വോൾട്ടേജ്, ഇപ്പോൾ നമ്മുടെ വീട്ടിലെ വോൾട്ടേജ് AC ആയാലും DC ആയാലും ഒക്കെ ഇത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഓട്ടോ ആണ്. ഇപ്പോൾ വോൾട്ടേജ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ നേരിട്ട് കാണിക്കും. ഇതിപ്പോൾ വോൾട്ടേജ് 200, ഇതിപ്പോൾ AC ആയാലും DC ആയാലും ഒന്നും ഇത് അങ്ങനത്തെ മോഡലാണ് വരുന്നത്. 212 വോൾട്ട്. അതേപോലെ ഇപ്പോൾ ബാറ്ററിയുടെ, സോളാറിൻ്റെ ഒക്കെ കറണ്ട് എത്ര ചാർജ് കയറുണ്ടോ, ആക്യുറേറ്റ് ആണോ, അതിൽ യൂണിറ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഒക്കെ ചാർജ് കൺട്രോളറൊക്കെ അവർ നമ്മളോട് കാലിബ്രേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്കിത് ആംബിയറൊക്കെ, ഇത് DC കറണ്ടും ഇതിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ കപ്പാസിറ്റർ, നമ്മുടെ ഇപ്പോൾ ഒരു ഫാനിൻ്റെ കപ്പാസിറ്റർ, ഇപ്പോൾ ഫാന് സ്പീഡില്ല, അല്ലെങ്കിൽ ഫാൻ കറങ്ങുന്നില്ല, അങ്ങനെയുള്ള കപ്പാസിറ്റർ. ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ ഒരു കാണിച്ചിട്ട് 2.5 MFD ആണ്. ഇതാണ് 2.5 ആണ്. പല ടൈപ്പ് കപ്പാസിറ്റർ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് കപ്പാസിറ്റൻസിൽ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കണക്ട് ചെയ്താൽ മാത്രം മതി. ഇല്ലാകുമ്പോൾ ഇതും സെയിം സാധനം തന്നെയാണ്. ഇത് പിന്നെ ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്യണം. ഓൺ ഓഫ് ഇത് സെലക്ട് ചെയ്യുന്ന മോഡലാണ് ഇത് വരുന്നത്. ഇതിലും ഇതുപോലെ തന്നെയാണ്. ഇതിലും 2.5 തന്നെ കറക്റ്റ് കാണിക്കുന്നുണ്ട്. അതേപോലെ ഇതിപ്പോൾ വേറെ ഒരു കപ്പാസിറ്ററാണ്. ഇത് കുറച്ച് വീക്കായതാണ്. അപ്പോൾ ഇങ്ങനെ കപ്പാസിറ്ററൊക്കെ വീക്കായതാണെങ്കിൽ ഫാനിന് സ്പീഡ് കിട്ടില്ല, ചിലപ്പോൾ ഫാൻ കറങ്ങില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ 1.6 ഉള്ളൂ. അപ്പോൾ 2.5 ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2.5 ഇല്ല ഇതിൽ, 1.6 MFD ആണ് ഇതിൻ്റെ. അപ്പോൾ അത്രയും, അപ്പോൾ ഫാനൊക്കെ വർക്ക് ചെയ്യാനായിട്ട് സ്പീഡൊക്കെ ഒരുപാട് കുറവായിരിക്കും. അത് ഇതിൽ ഇത് പല ടൈപ്പ് ക്ലാം മീറ്ററുകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഇതൊക്കെ ഒരു 2000, 3000, 2500, 3000 ആ റേഞ്ചിലൊക്കെ ഓറ്. അപ്പോൾ കറക്റ്റ് വാല്യൂ തന്നെ 2.5-ന് 2.4 ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളത് നമുക്ക് ഇത് മൾട്ടിമീറ്റർ, ഇത് ക്ലാം മീറ്റർ ആണ്, ഡിജിറ്റൽ ക്ലാം മീറ്റർ. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പല ബ്രാൻഡുകളുടെ ഉണ്ട്. നമുക്കിപ്പോൾ ബാറ്ററി വോൾട്ടേജ്, വീട്ടിലെ കറണ്ട് വോൾട്ടേജ്, ഇതെല്ലാം ആംബിയർ എല്ലാം ചെക്ക് ചെയ്യാം. ഇതൊക്കെ ഡിജിറ്റൽ ക്ലാം മീറ്ററുകളാണ്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വർക്കുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ളത് ഉപയോഗിക്കുന്നത്. അത് DC, ഇതൊക്കെ DC-യും AC-യും DC-യും കൂടെ കറണ്ട് അളക്കാവുന്ന ടൈപ്പാണ്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ഒന്ന് നോക്കി വാങ്ങിയാൽ, അല്ലെങ്കിൽ പിന്നീട് ഇപ്പോൾ DC കറണ്ട് നമ്മൾ ബാറ്ററി ഇൻവെർട്ടറൊക്കെ ചെയ്യണമെങ്കിൽ DC മെഷർ ചെയ്യാൻ പറ്റണം. DC ചാർജിങ് എത്ര വരുന്നുണ്ട്, കറണ്ട് സോളാറിൽ നിന്നോ ഇൻവെർട്ടറിൽ നിന്നൊക്കെ ചാർജിങ് അറിയണമെങ്കിൽ എല്ലാ ക്ലാം മീറ്ററിലും DC പറ്റില്ല, AC മാത്രമേ കാണിക്കുള്ളൂ. ഇതിൽ AC-യും DC-യും ഒക്കെ ചൈന സൈറ്റിൽ നിന്ന്, ബാങ്കോട്ട് എന്ന് പറഞ്ഞ സൈറ്റിൽ 2200 രൂപയ്ക്കൊക്കെ കിട്ടുന്നതാണ്. പക്ഷെ ഇവിടെ ആകുമ്പോൾ അതിനൊരു 4600 രൂപയാണ് DC-യും കൂടെ DC ആംബിയറും കൂടി ഉള്ളതിന് വരുന്നത്. ഇത് ഇവിടെ നിന്ന് വാങ്ങി കഴിഞ്ഞാണ് ആമസോണിൽ. ഇതിന് 3200 രൂപയാണ് ഈ ഇതിന് വരുന്നത്. ഇത് പക്ഷെ നമ്മളിപ്പോഴും സെലക്ട് ചെയ്യണം, എല്ലാ മെഷർമെൻറ്റും നമ്മൾ സെലക്ട്. ഇത് അത്രയും ആവശ്യമില്ല, ഓട്ടോ റേഞ്ചാണ് ഇത്. അപ്പോൾ ഇത് ഓണാക്കിയ പലതും ഒരേ ഇതിൽ തന്നെ, ഇപ്പോൾ DC ആയാലും AC ആയാലും ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. എല്ലാം കറണ്ട് ആയാലും ഇത് നമുക്കൊന്ന് ബാറ്ററിയുടെ കറണ്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഇൻവെർട്ടറിലേക്ക് ചാർജ്, ബാറ്ററിയിൽ ചാർജ് കയറുന്നത് എത്ര ആംബിയറിൽ കയറുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിപ്പോൾ ചുവപ്പും കറുപ്പും, ഇതിപ്പോൾ കറുപ്പ് മൈനസാണ് കാണിക്കുക. ഇതിപ്പോൾ 48 ആംബിയർ DC, 48 ആംബിയറിൽ ഇപ്പോൾ മൊത്തം ഇതിൽ 47.8 കാണിക്കുന്നുണ്ട്. അതേപോലെ റെഡ് വയറിൽ നമ്മൾ കൊടുക്കുമ്പോൾ 48 ആംബിയർ DC തന്നെ. ഇത് പ്ലസ് നേരത്തെ ഇതിപ്പോൾ ചാർജിങ് കാണിക്കുന്നുണ്ട്. ഇത് ബ്ലാക്ക് വയറിൽ കൊടുക്കുമ്പോൾ മൈനസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്കിത് വളരെ ഉപകാരപ്രദമാണ്. നമ്മളിങ്ങനെ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് വലിയ ഉപകാരമുള്ള ടൂളാണ് ക്ലാം മീറ്റർ. അത് AC പ്ലസ് DC രണ്ടും കൂടെ ഉള്ള മോഡൽ വളരെ നല്ല തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.